ഹലോ, ഞാൻ ഇന്ന് ഇങ്ങനെ റീൽസ് ഇങ്ങനെ കാണുന്നതുണ്ടായി. അപ്പൊ റീൽസ് കാണുമ്പോൾ മീഡിയ വണ്ണിന്റെ ഒരു റീല് വന്നു. അതിൽ നമ്മൾ ദാവൂദ് സാറ് വന്നിരുന്ന് പറയുന്നത്, സാറിന് LDFന്റെ ഭരണത്തെ കുറിച്ച് അങ്ങനെ വലിയ എതിരഭിപ്രായങ്ങളൊന്നും ഇല്ല. അതിപ്പം കഴിഞ്ഞ 5 വർഷത്തെയാണോ 10 വർഷത്തെയാണോ എന്നറിയില്ല. വലിയ എതിർപ്പൊന്നുമില്ല. എല്ലാ ഡിപ്പാർട്ട്മെന്റും വളരെ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് എന്നാണ് ദാവൂദ് സാർ പറയുന്നത്. എക്സെപ്റ്റ് ആഭ്യന്തര ഡിപ്പാർട്ട്മെന്റും ആരോഗ്യ ഡിപ്പാർട്ട്മെന്റും, ഇത് രണ്ടും ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഈ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിൽ സാർ തന്നെ പറയുന്നുണ്ട്, നമ്മൾ ഡാറ്റ നോക്കണ്ട, നമുക്ക് തന്നെ അറിയാലോ എന്ന് പറയും. അത് കേട്ടപ്പോ ഞാനിങ്ങനെ ആലോചിച്ചു, അതെങ്ങനെയാണ് ഈ ഡാറ്റ നോക്കാണ്ട് നമുക്ക് തന്നെ അറിയാം? ഡാറ്റ നോക്കിയിട്ടല്ലേ ഒരു തീരുമാനത്തിൽ എത്തേണ്ടത്. അറ്റ്ലീസ്റ്റ് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയെങ്കിലും നടത്തിയിട്ടല്ലേ നമ്മൾ തീരുമാനത്തിൽ എത്തേണ്ടത്. ഡാറ്റ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡേറ്റ എടുത്ത് നോക്കി. ഡാറ്റ എടുത്ത് നോക്കി എന്ന് പറയുമ്പോൾ ഞാൻ ഡയറക്റ്റ് സോഴ്സിന് എടുത്ത് നോക്കിയെന്നല്ല, ഞാൻ ഇതിന് റിലേ ചെയ്യുന്നത് നമ്മള് ആരോഗ്യ മന്ത്രിന്റെ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ റിലേ ചെയ്യുന്നത്. ഇപ്പൊ അങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആൾ എന്തായാലും വെറുതെ പറയില്ലല്ലോ. എന്തായാലും ഇപ്പൊ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അന്വേഷിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഇത് വെരിഫൈ ചെയ്യാൻ വേണമെങ്കിൽ എന്നെ ഫാക്ട് ചെക്കും ചെയ്യാം. അത് പ്രകാരം 2015-16 നമ്മുടെ മെറ്റേണൽ ഡെത്ത് എന്ന് പറയുന്നത് 43 2024-25 അത് 19. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 2015-16 12, അതിപ്പോ 6. റീസെന്റ് ന്യൂസ് വന്നാൽ അത് 5, വിച്ച് മീൻസ് ലെസർ ദാൻ US-നേക്കാളും ചെറുത്. അതിപ്പോ റീസെന്റ് ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ ശ്രദ്ധിക്കുന്നവർ കണ്ടിട്ടുണ്ടാവും. നിയോനേറ്റൽ മോർട്ടാലിറ്റിയും അതുപോലെ തന്നെ 2015-16 6, ഇപ്പൊ 4. ഫ്രീ ട്രീറ്റ്മെന്റ് സ്കീമിൽ ഇപ്പൊ ബെനിഫിഷ്യറീസിന്റെ എണ്ണം ആ UDFന്റെ കാലത്ത് 28 ലക്ഷം ആയിരുന്നെങ്കിൽ ഇപ്പൊ 42 ലക്ഷം ആൾക്കാരുണ്ട്. ഫ്രീ ട്രീറ്റ്മെന്റിന്റെ ടോട്ടൽ എക്സ്പെൻസ് ഓരോ വർഷം വരുന്നത്, അപ്പം 2011-16 വരെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 101 കോടി ടു 150 കോടി. അതിപ്പോ നിർത്തി നിൽക്കുന്നത് പെർ ഇയർ ഏതാണ്ട് 1500 കോടിയോളാണ് ഫ്രീ ട്രീറ്റ്മെന്റിനായി സർക്കാർ ചെലവഴിക്കുന്ന എമൗണ്ട്. ഇനി ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ്, റൂറലിൽ UDFന്റെ സമയത്ത് 17,000 ഉണ്ടായത്, ഇപ്പൊ അത് 10,000-ലാണുള്ളത്, 10,000. അർബനിൽ അത് 23,000 ഉണ്ടായത്, ഇപ്പൊ അത് 13,000-ലാണ് എത്തി നിൽക്കുന്നത്. ഇനി OP രജിസ്ട്രീന്റെ കാര്യത്തിൽ 2015-16 കാലഘട്ടത്തിൽ 8.3 കോടി മനുഷ്യന്മാരായിരുന്നെങ്കിൽ അതിപ്പോ 13.5 കോടി മനുഷ്യന്മാരാണ്. ഇനി ഓരോ ഫെസിലിറ്റീസിന്റെ കാര്യങ്ങൾ എടുത്താൽ, നമ്മളിപ്പോ മേജർ ഓർഗനായ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ UDFന്റെ കാലത്ത് അത് 0 എന്നാൽ 2022 തൊട്ട് നമ്മൾ 10 സക്സസ്ഫുൾ ആയി ചെയ്തിട്ടുണ്ട്. ഇനി കാത്ത് ലാബ്സ് ഇൻ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് UDFന്റെ കാലത്ത് 0 എന്നാൽ അത് നമുക്കിപ്പോൾ 12 ഉണ്ട്. ഡയാലിസിസ് സെന്റേഴ്സ് UDFന്റെ കാലത്തിൽ 8 എന്നാൽ നമ്മൾക്കിപ്പോൾ 107 ഉണ്ട്. മിനിസ്റ്റർ തന്നെ പറയുന്നുണ്ട്, കഴിഞ്ഞ ഡിസംബറോട് കൂടി നമ്മുടെ എല്ലാ താലൂക്ക് ഹോസ്പിറ്റലിലും ഡയാലിസിസ് സെന്റർ ഉണ്ടാവേണ്ടതാണ്. അത് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കേണ്ടി വരും. ഇതൊക്കെ പോലെ തന്നെ വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയ ഒരു സംഭവമാണ്, കഴിഞ്ഞ ഡിസംബറിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നത്. അത് നമ്മൾ കേരളത്തിലാണ്, അത് നമ്മൾ കൊച്ചിയിലാണ്. ഇതൊക്കെയാണ് ഡേറ്റ നോക്കിയാൽ പെടും.